പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയമായി മാറിയ നെഹ്റു മ്യൂസിയത്തിൽ പണ്ട് ഈ നെഹ്റുവിൻ്റെ അടക്കം നിരവധി കത്തുകളും ഡോക്യുമെൻറ്റ്സും ഒക്കെ ഉണ്ട്. അത് സോണിയാഗാന്ധി അവിടെ നിന്ന് കൊണ്ടുപോയിരുന്നു 2008 മറ്റോ ആണ്. ഇപ്പോൾ അത് തിരിച്ചു വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ കത്തുകൾ എന്ന് പറയുന്നത് എഡ്വിനയുമായിട്ടുള്ളതുണ്ടെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നെഹ്റുവിൻ്റെ ഈ കത്തുകളിൽ എന്തായിരിക്കും കണ്ടന്റ്, ഉള്ളടക്കം എന്തായിരിക്കും വരിക? ഇതിപ്പോൾ 2008 51 കാർട്ടൺ രാജൻ എന്ന് പറഞ്ഞ് അവരുടെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി അയച്ചിട്ട്, അന്ന് അവരുടെ ഭരണമാണ്, UPA ഭരണമാണ്. അപ്പോൾ അവർക്ക് സൗകര്യമുള്ള പോലെ ചെയ്യാം. അപ്പോൾ MV രാജൻ എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് സെക്രട്ടറി സോണിയാഗാന്ധിയുടെ ഓഫീസിലുണ്ടായിരുന്ന ആളാണ്. അയാളെ അന്നത്തെ നെഹ്റു മ്യൂസിയത്തിലേക്ക് അയച്ചിട്ട് ഈ 51 കാർട്ടൺ പലരും നെഹ്റു എഴുതിയ കത്തുകൾ, അവർ നെഹ്റുവിന് എഴുതിയ കത്തുകളുമൊക്കെയാണ് ഈ കൊണ്ടുപോയത്. അപ്പോൾ ഇത് മുമ്പ് സോണിയാഗാന്ധി കൊണ്ടുപോയത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എഡ്വിനുമായിട്ടുള്ള നെഹ്റുവിൻ്റെ പ്രണയം, ഇതുമൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും എഡ്വിന മൗണ്ട് ബാറ്റനുമായിട്ടുള്ള കത്തിടപാടുകൾ, ഗോവിന്ദ് വല്ലഭ് പന്തുമായിട്ടുള്ള കത്തിടപാടുകൾ, ജഗജീവൻ റാമുമായിട്ടുള്ള കത്തിടപാടുകൾ, ഐൻസ്റ്റൈൻ, ജയപ്രകാശ് നാരായൺ, വിജയലക്ഷ്മി പണ്ഡിറ്റ്, അരുണ ആസഫ് അലി, ഇങ്ങനെ കുറെ കത്തുകളാണ് കൊണ്ടുപോയിട്ടുള്ളതെന്നാണ് അവിടെ നിന്നുള്ള വിവരം കിട്ടിയിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ പിന്നീട് ഇതിപ്പോൾ പ്രധാനമന്ത്രിയുടെ മ്യൂസിയം എന്നാണ് ഇപ്പോൾ ഇതിൻ്റെ പേര്. നെഹ്റുവിൻ്റെ പേരൊക്കെ എടുത്ത് കളഞ്ഞു. ഇപ്പോൾ രാജ്നാഥ് സിംഗ് ഒക്കെ അതിൻ്റെ കമ്മിറ്റിയിലുണ്ട്. അപ്പോൾ ഈ കമ്മിറ്റി കൂടുമ്പോഴൊക്കെ ഇത് അവിടെ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. അങ്ങനെയാണ് ഇത്തരം കത്തുകൾ എന്നൊക്കെ വിവരങ്ങൾ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഇപ്പോൾ വിവാദമായിട്ട് വന്നിരിക്കുന്നത്, ഇവർ ഇതെടുത്തു കൊണ്ടുപോകാനുള്ള കാര്യം, നെഹ്റുവിന് എഡ്വിന എഴുതിയ കത്ത്, നെഹ്റു എഡ്വിനയ്ക്ക് എഴുതിയ കത്തുകൾ ഒക്കെ ഇതിൻ്റെ അകത്തുണ്ടല്ലോ. അതിൻ്റെ അകത്ത് എന്തെങ്കിലും രാഷ്ട്രീയമായോ അല്ലാതെയോ കുഴപ്പം പിടിച്ച കാര്യങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് സോണിയാഗാന്ധി എടുത്തുകൊണ്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം, അവർ തമ്മിലുള്ള കത്തിടപാടുകളിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണല്ലോ. അപ്പോൾ അവർ തമ്മിലുള്ള കത്തുകൾ എന്താണെന്ന് നമുക്ക് ഇപ്പോൾ സോണിയാഗാന്ധിയുടെ കയ്യിലുള്ളത് കൊണ്ട് അറിയില്ല എന്നാണ് പൊതുവെ കരുതുക എല്ലാവരും. പക്ഷെ അങ്ങനെയല്ല. ഈ മറ്റേ മൗണ്ട് ബാറ്റൻ്റെ ഭാര്യ എഡ്വിന, നെഹ്റുവിൻ്റെ കാമുകി, ഈ എഡ്വിനയുടെ മകള് പമേല ഡോട്ടർ ഓഫ് ദ എംപയർ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ അകത്ത് ഈ കത്തുകൾ കുറെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഈ നെഹ്റുവും എഡ്വിനയും തമ്മിലുള്ള പ്രണയമൊക്കെ വീട്ടിൽ നന്നായിട്ട് അറിയാമല്ലോ. അപ്പോൾ ഇന്ദിരാഗാന്ധി എതിർത്തിരുന്നു ആ കാലത്ത്. അപ്പോൾ ഈ പമേല എഴുതിയ ഡോട്ടർ ഓഫ് ദി എംപയർ എന്ന് പറഞ്ഞ പുസ്തകത്തിലേക്ക് ഈ കത്തുകൾ ചിലപ്പോൾ അന്ന് സോണിയാഗാന്ധി കൊടുത്തതായിരിക്കും. അവർ റെഫർ ചെയ്തിട്ട് അവർക്ക് വേണ്ട ഭാഗങ്ങളൊക്കെ കുറിച്ചെടുത്തിട്ട് തിരിച്ചു കൊടുത്തിരിക്കാം. തിരിച്ചത് മ്യൂസിയത്തില്, കാരണം 2008 മുമ്പ് ഈ മ്യൂസിയത്തിലേക്ക് ഇത് കൊടുക്കുന്നത് ഇന്ദിരാഗാന്ധിയാണ്. നെഹ്റുവിന്റെ സ്വകാര്യ ശേഖരം, നെഹ്റുവിന്റെ പ്രൈവറ്റ് പേപ്പേഴ്സ്, നെഹ്റൂസ് പേപ്പേഴ്സ് എന്ന് പറയുന്ന ശേഖരമാണിത്. ഇന്ദിരാഗാന്ധി കൊടുത്താണ് സോണിയാഗാന്ധി എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതാണിപ്പോൾ തിരിച്ചു കിട്ടണം എന്നുള്ള ആവശ്യം ലോക്സഭയിൽ ഉയർന്നത്, സംബിത് പാത്ര പത്രസമ്മേളനം നടത്തിയതും ഒക്കെ. അപ്പോൾ ഇത് ഇപ്പോൾ കുടുംബസ്വത്തല്ല, ഇന്ത്യയുടെ പൈതൃകമാണ്, അതുകൊണ്ട് തിരിച്ചു വേണം എന്നാണ് ആവശ്യം ഉയർന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആക്സസ് ഇല്ല ഈ കത്തുകളിലേക്ക് ഇപ്പോൾ. അപ്പോൾ മൗണ്ട് ബാറ്റൻ കുടുംബം, പമേല ഹിക്സ് എന്നാണ് അവരുടെ പേര്, മകളുടെ. ഈ എഡ്വിനയ്ക്ക് 2 പെൺമക്കളാണ്, പമേലയും പട്രീഷ്യയും. അപ്പൊ പമേല എഴുതിയ പുസ്തകമാണ് ഡോട്ടർ ഓഫ് ദി എംപയർ. പമേല ഹിക്സ് അവരെഴുതിയ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നെഹ്റുവുമായിട്ട് അവർക്ക് ഉണ്ടായിരുന്നത് ഒരു പ്രൊഫൗണ്ട് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അഗാധമായ ബന്ധമാണ് അവർ തമ്മിൽ ഉണ്ടായിരുന്നത്. പ്രൊഫൗണ്ട് റിലേഷൻഷിപ്പ് എന്ന് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവരെഴുതുകയാണ് പുസ്തകത്തിൽ, എഡ്വിന ഫൗണ്ട് ഇൻ പണ്ഡിറ്റ് ജി ദി കമ്പാനിയൻഷിപ്പ് ആൻഡ് ഈക്വാളിറ്റി ഓഫ് സ്പിരിറ്റ് ആൻഡ് ഇൻ്റലക്ട് ദാറ്റ് ഷീ ക്രേവ്ഡ്. അതായത്
വല്ലാതെ ആഗ്രഹിച്ചിരുന്ന മറ്റേ എഡ്വിനെ വല്ലാതെ ആഗ്രഹിച്ചിരുന്ന ഒരു പങ്കാളിത്തവും പിന്നെ ഒരു പങ്കാളിത്തവും ഇല്ലേ, ഇതൊക്കെ നെഹ്റുവിൽ കണ്ടുകിട്ടി എന്ന് പറഞ്ഞാൽ ഒരേ തരം മനസ്സ് നെഹ്റുവിലും കണ്ടു എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അതിൽ പറയുന്നുണ്ട്, ശാരീരിക ബന്ധത്തിന് അവർക്ക് സമയമില്ലായിരുന്നെങ്കിലും അപൂർവമായി അവർ കാണാതിരുന്നിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. ചുറ്റും സ്റ്റാഫ് ഉണ്ടായിരുന്നു, പോലീസ് ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഇത്തരം ബന്ധങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ വേറൊരു പുസ്തകത്തിൽ അങ്ങനെയല്ല എന്ന് വേറൊരു കത്ത്, പട്രീഷ്യ എഴുതിയൊരു കത്തില് ഒരു വിരുദ്ധ അഭിപ്രായം ഉണ്ട് അതിൻ്റെ അകത്ത്. ഓൾമോസ്റ്റ് പ്ലാറ്റോണിക് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഓൾമോസ്റ്റ് എന്നുള്ളത് കുഴപ്പം പിടിച്ചാണല്ലോ, പ്ലാറ്റോണിക് അല്ലാത്ത വശവും ഉണ്ട് എന്ന് അതിൽ വന്നു. അപ്പൊ ഇന്ത്യ വിടുമ്പോ എഡ്വിന നെഹ്റുവിനൊരു എമറാൾഡ് റിങ് മോതിരം ഓഫർ ചെയ്തു. ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പുലുവാലാകുന്നൊക്കെ അറിയാവുന്നത് കൊണ്ടായിരിക്കണം, വലിയ പാട്ടാവുമല്ലോ. നെഹ്റു നിരസിച്ചു കഴിഞ്ഞപ്പോൾ അത് ഇന്ദിരാഗാന്ധിക്ക് കൊടുത്തു. ഇന്ദിരാഗാന്ധിക്ക് കൊടുത്തു. എന്നിട്ട് എഡ്വിനയ്ക്ക് യാത്രാമംഗളങ്ങൾക്ക് നേരുന്നൊരു ചടങ്ങ് നടത്തി നെഹ്റു ഇവിടുന്ന്. ഫെയർവെൽ പാർട്ടി. അതിൽ നെഹ്റു പ്രസംഗിച്ചത് ഇങ്ങനെയായിരുന്നു: എഡ്വിനെ എവിടെ പോയാലും അവിടെ സാന്ത്വനം പടർത്തും, ആശ്വാസം എല്ലാവർക്കും. പുള്ളിക്ക് കിട്ടിയതാണ്, എല്ലാവർക്കും പ്രത്യാശയും പ്രോത്സാഹനവും എല്ലാവർക്കും കിട്ടും. ഇയാൾക്ക് കിട്ടിയതാണല്ലോ. ഇന്ത്യൻ ജനത അങ്ങേ സ്നേഹിക്കുന്നു. ആരെ? എഡ്വിനെ. ഇന്ത്യൻ ജനതയ്ക്കൊന്നും അങ്ങനെ വിവരം ഉണ്ടായിരുന്നില്ല. ജനങ്ങളിൽ ചിലർ ഇന്ത്യൻ ജനത സ്നേഹിക്കുന്നു. അങ്ങ് ഭവതി ഇവിടം വിടുന്നതിൽ ഇന്ത്യൻ ജനത ദുഃഖിക്കുന്നു. ഫെയർവെൽ സ്പീച്ചാ നെഹ്റുവിൻ്റെ പറഞ്ഞു. ഈ അബുൽ കലാം ആസാദ് എഴുതിയ ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ എഡ്വിനയ്ക്ക് ഭരണത്തിലൊക്കെ വലിയ സ്വാധീനമായിരുന്നു, മൗണ്ട് ബാറ്റനേക്കാൾ സ്വാധീനമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. മൗണ്ട് ബാറ്റനേക്കാൾ സ്വാധീനമുണ്ടായിരുന്നു. 1971 ഈ ശേഖരം, എഡ്വിനെയും നെഹ്റുവായിട്ടുള്ള കത്തുകളുടെ ശേഖരം ഇന്ദിരാഗാന്ധി നെഹ്റു മ്യൂസിയത്തിന് കൊടുക്കുന്നത്. ഇന്ദിരാഗാന്ധി കുറേ കൂടി ലിബറലാണെന്ന് അർത്ഥം. ഇതൊക്കെ ആളുകൾ കണ്ടോട്ടെ, ഗവേഷണങ്ങൾ നടന്നോട്ടെ, ഇതുകൊണ്ട് എന്താണ് എന്നാണ് ഇന്ദിരാഗാന്ധി വിചാരിച്ചിട്ടുണ്ടാവുക. ഇവർക്കാണ് പ്രയാസം തോന്നുന്നത്. അപ്പോൾ ഈ മൗണ്ട് ബാറ്റൻ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം തുറന്ന് മറ്റേ ഡൊമിനിക് ലാപ്പിയറോടൊക്കെ സംസാരിച്ചിരുന്നല്ലോ, മറ്റേ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റിന് വേണ്ടിയിട്ട്. അത് മൗണ്ട് ബാറ്റന്റെ രേഖകളെ ബേസ് ചെയ്തിട്ടാണ് പ്രധാനമായിട്ടും ആ പുസ്തകം. അപ്പോൾ മൗണ്ട് ബാറ്റൻ പറഞ്ഞത് ഇങ്ങനെയാണ്: എഡ്വിന ആൻഡ് ഐ സ്പെൻഡ് ഓൾ അവർ മാരീഡ് ലൈവ്സ് ഗെറ്റിംഗ് ഇൻ ടു അതർ പീപ്പിൾസ് ബെഡ്സ്. ഞങ്ങൾ ഞങ്ങളുടെ ദാമ്പത്യം ചെലവഴിച്ചത് മറ്റുള്ളവരുടെ കിടക്കയിലാണ് എന്നാണ് മൗണ്ട് ബാറ്റൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മിക്കവാറും ഈ ചൂടുള്ള ഡൽഹി വേനലിൽ നെഹ്റുവിൻ്റെ വരാന്തയിലാണ് മിക്കവാറും ഇവർ ചെലവഴിച്ചിരുന്നത്. എഡ്വിന ഇംഗ്ലണ്ടിൽ ചെല്ലുമ്പോഴും നെഹ്റു എഡ്വിനെ കാണുമായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം പോയല്ലോ, പിന്നെയും ബന്ധം തുടരുന്നുണ്ടായിരുന്നു. അപ്പോൾ പമേലയുടെ പുസ്തകത്തിൽ പറയാണ്, 1947 ഹിമാചൽ പ്രദേശിലെ മോഷിബ്ര ഹിൽ സ്റ്റേഷൻ, ഈ സുഖവാസ കേന്ദ്രം, അവിടെ ഷിംലയ്ക്കടുത്താണത്, അവിടെ ഒരുമിച്ച് പോകുമ്പോഴാണ് ഇവർ തമ്മിലുള്ള ബന്ധം ദൃഢമായത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നെഹ്റു കത്തെഴുതി എഡ്വിനയ്ക്ക്. ആ കത്തിൽ പറഞ്ഞു നെഹ്റു, ഇത് പമേലയുടെ പുസ്തകത്തിലുണ്ട്, ഇതൊക്കെയാണ് ഈ മ്യൂസിയത്തിൽ നിന്ന് ഇപ്പോൾ എടുത്തുകൊണ്ടുപോയി എന്ന് പറയുന്ന കത്തുകൾ. നാം തമ്മിൽ ആഴത്തിലുള്ള അടുപ്പമുണ്ടായി. അനിയന്ത്രിതമായ ഏതോ ശക്തി ആണ് എന്നെ അതിലേക്ക് തിരിച്ചുവിട്ടത്. ഞാൻ അത് ശരിക്കും അറിഞ്ഞില്ല, അറിയാതെ സംഭവിച്ചതാണ്. ആ ശക്തി നമ്മെ അടുപ്പിച്ചു എന്ന് നെഹ്റു പറഞ്ഞിരിക്കുന്നു.
എന്നിട്ട് പമേല പറയുകയാണ് അത് ശാരീരികമായിരുന്നില്ല. പക്ഷെ കാതറിൻ ക്ലെമന്റ് എഡ്വിന ആൻഡ് നെഹ്റു എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഈ പ്രണയത്തിനെ പറ്റി. അതിൽ പറഞ്ഞു എഡ്വിന ആൻഡ് നെഹ്റു എ നോവൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ നോവൽ എന്ന് പേരിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചരിത്രത്തിൽ സംഭവിച്ച പലതും പുറത്തു പറയാൻ കൊള്ളാത്തത് പറയാൻ പറ്റും നോവൽ എന്ന് പറയുമ്പോൾ. ഇപ്പൊ മീര ആൻഡ് ഗാന്ധി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം സുധീർ കാക്കർ എഴുതിയിട്ടുണ്ട്. മാദലിൻ സ്ലേഡും ഗാന്ധിയും തമ്മിലുള്ള അടുപ്പത്തിനെ പറ്റിയിട്ടാണത്. അതിനും നോവൽ എന്നാ പേരിട്ടിരിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് വിഷമമാകാതിരിക്കാൻ വേണ്ടി ഇത് കൽപ്പിത കഥയാണെന്ന് പറയുന്ന ഒരു തന്ത്രമുണ്ട്, അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ കാതറിൻ ക്ലെമന്റ് എഴുതിയ എഡ്വിന ആൻഡ് നെഹ്റുവിൽ പറഞ്ഞിട്ടുണ്ട്, അവർ ടൈംസ് ഓഫ് ഇന്ത്യയോടും പറഞ്ഞു, മൗണ്ട് ബാറ്റനുള്ള കത്തില് എഡ്വിന പറഞ്ഞിരുന്നു മോസ്റ്റ്ലി പ്ലാറ്റോണിക്. എഡ്വിന നെഹ്റുവിന് എഴുതിയ കത്തില് അവരുടെ റിലേഷൻഷിപ്പ് വാസ് മോസ്റ്റ്ലി പ്ലാറ്റോണിക് എന്ന് പറഞ്ഞിരുന്നു. മോസ്റ്റ്ലി എന്നുള്ള അടിവരയിടണം. പലപ്പോഴും അങ്ങനെ അല്ലായിരുന്നു എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. മൗണ്ട് ബാറ്റൻ അതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. മൗണ്ട് ബാറ്റൻ മകൾ പെട്രീഷ്യയ്ക്ക് എഴുതിയ ഒരു കത്ത് അതിൽ പറയാണ്, എഡ്വിന ആൻഡ് നെഹ്റു ആർ സ്വീറ്റ് ടുഗദർ. അവർ തമ്മിൽ വലിയ അവർ തമ്മിൽ വലിയ മധുരം പങ്കിടുന്നുണ്ട്. സ്വീറ്റ് ടുഗദർ, നല്ല ബന്ധമാണ്, മധുരമുള്ള ബന്ധമാണ്. ദേ റിയലി ഡോട്ട് ഓൺ ഈച്ച് അതർ, അവരെപ്പോഴും അടുപ്പം കാംക്ഷിക്കുന്നു. പമ്മി അതായത് പമീല, എഡ്വിന ആൻഡ് നെഹ്റു ആർ സ്വീറ്റ് ടുഗദർ, ദേ റിയലി ഡോട്ട് ഓൺ ഈച്ച് അതർ. പമ്മി അതായത് പമീല, പട്രീഷ്യക്കാണല്ലോ കത്ത് എഴുതുന്നത്. പമ്മി ആൻഡ് ഐ ആർ ഡൂയിങ് എവറിത്തിങ് വി ക്യാൻ ടു ബി ടാക്ട്ഫുൾ ആൻഡ് ഹെൽപ്ഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. പമീല ഈ പുസ്തകത്തിൽ എഴുതുന്നു, there existed a happy threesome based on some firm understanding on all sides. 3 പേരും തമ്മിലുള്ള ഒരു ധാരണയുടെ പുറത്ത് ഒരു ത്രികക്ഷി ബന്ധം ഇപ്പം നടന്നു വരികയാണ്. ത്രീസം എന്ന് പറയുന്നത്. ദിവസവും രാത്രി നെഹ്റു എഡ്വിനയ്ക്ക് എഴുതിയിരുന്നു, കത്തെഴുതിയിരുന്നു. 1948-60 12 കൊല്ലം എഴുതിയിരുന്നു. അപ്പോൾ ഒരുപാട് കത്തുകളുണ്ട്, ഈ പറഞ്ഞതൊന്നുമല്ല ഈ ശേഖരത്തിലെ. അപ്പോൾ എഡ്വിനയുടെ ഒരു കത്ത് നെഹ്റുവിനുള്ളത്, നത്തിങ് ദാറ്റ് വി ഡിഡ് ഓർ ഫെൽറ്റ് വുഡ് എവർ ബി അലൗഡ് ടു കം ബിറ്റ്വീൻ ആൻഡ് യുവർ വർക്ക്. നമ്മൾ തമ്മിലുള്ള ബന്ധം നിങ്ങളുടെ ജോലിയെ ബാധിക്കില്ല. ഓർ മീ ആൻഡ് മൈൻ, എൻ്റെ ജോലിയെയും ബാധിക്കുന്നില്ല. ബിക്കോസ് ദാറ്റ് വുഡ് സ്പോയിൽ എവറിത്തിങ്. അത് നമ്മുടെ ജോലിയെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബന്ധം വഷളാവും. അപ്പോൾ പിന്നെയുള്ള ചോദ്യം, ഈ നെഹ്റുവിൻ്റെ രാഷ്ട്രീയത്തിൽ ഇവർ ഇടപെട്ടിരുന്നോ എന്നാണല്ലോ. ആ നെഹ്റുവിൻ്റെ രാഷ്ട്രീയത്തെ ഇവർ എത്രമാത്രം സ്വാധീനിച്ചു എന്നുള്ളത് ഈ കത്തുകളിൽ ഉണ്ടാകാം. അതുകൊണ്ടായിരിക്കും ഈ കത്തുകൾ സോണിയാഗാന്ധി ഭയക്കുന്നത്. അപ്പം വരും തലമുറയൊന്നും അത് കാണരുത്. ഉദാഹരണത്തിന് ഈ മൗണ്ട് ബാറ്റനാണ് കശ്മീർ പ്രശ്നം രക്ഷാസമിതിക്ക് വിടാം എന്ന് പറഞ്ഞത്. ആ തീരുമാനം യഥാർത്ഥത്തിൽ എടുപ്പിച്ചത് മൗണ്ട് ബാറ്റനെ കൊണ്ട് എഡ്വിനെ ആയിരിക്കുന്നതാണ് കരുതുന്നത്. എഡ്വിനെ അന്നത്തെ ബ്രിട്ടീഷ് ഡീപ് സ്റ്റേറ്റ് ഇല്ലേ, ഒരു ചാരവനിത പോലെയാണ് പെരുമാറിയിരുന്നത് എന്നുള്ള സംശയം ഉളവാക്കുന്ന കത്തുകളുണ്ട് എന്നാണ് സംശയം. ആ ഡീപ് സ്റ്റേറ്റിന്റെ ഒരു റെപ്രസെന്റേറ്റീവായിട്ട് അവരുടെ അജണ്ട നടപ്പാക്കുക നെഹ്റു ഇൻഫ്ലുവൻസിന്റെ അടുത്താണ് നെഹ്റു ഇതിന് സമ്മതിക്കുന്നത്. കശ്മീർ UN രക്ഷാസമിതിക്ക് വിട്ടുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും പുലിവാല് പിടിച്ചിരിക്കുന്നത്. കശ്മീർ അന്ന് പിടിച്ചെടുക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. ഇങ്ങോട്ട് ഒന്നുമില്ലല്ലോ. POK അങ്ങോട്ട് വിട്ടുകൊടുക്കുകയല്ലേ ചെയ്തത്, യുദ്ധമടക്കി വെച്ചിട്ട്. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അങ്ങനെ ഐക്യരാഷ്ട്ര രക്ഷാസമിതിക്ക് വിട്ടു. രാജ്യാന്തര തലത്തിൽ ഇതൊരു ഇഷ്യൂ ആക്കി വെച്ചിരിക്കുക. അങ്ങനെ മൗണ്ട് ബാറ്റൻ. അപ്പോൾ കരൺ താപ്പറുമായിട്ടുള്ള ഒരു അഭിമുഖത്തിൽ ഈ പമേല പുസ്തകം എഴുതിയ ശേഷം കരൺ താപ്പർ പമേലയെ ഇന്റർവ്യൂ ചെയ്തു. അപ്പൊ കരൺ താപ്പർ ചോദ്യം ചോദിച്ചു, ഈ കശ്മീർ നയം നെഹ്റു സ്വീകരിച്ചത് എഡ്വിനെ കാരണമായിരിക്കില്ലേ എന്ന്. അങ്ങനെ ആകാം എന്നാണ് പമേല ഉത്തരം കൊടുത്തത്. കശ്മീർ ഒരു വൈകാരിക പ്രശ്നമായിരുന്നു നെഹ്റുവിനെ സംബന്ധിച്ച്, അതിൽ എഡ്വിന ഇടപെട്ടിട്ടുണ്ടാകാം.
അപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിനെ തന്നെ വഴിതിരിച്ചു വിട്ടത് ഈ കാശ്മീർ പ്രശ്നം പോലുള്ള പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം, ഇത്തരം കാര്യങ്ങളിലൊക്കെ വഴിതിരിച്ചു വിട്ട ഒരു സ്വാധീനം ചിലപ്പോൾ ഈ കത്തുകളിൽ. കാരണം നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പത്മജ നായിഡുവിനും ഇയാൾ രാഷ്ട്രീയം നെഹ്റു എഴുതിയിരുന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നതാണ്. 400 ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടതിൽ എനിക്ക് സന്തോഷം തോന്നുന്നു എന്ന് പറഞ്ഞത്. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഈ കത്തുകളിൽ കുറച്ച് കൂടുതലുണ്ടാവും. ധാരാളം കത്തുകളുണ്ടല്ലോ, 12 കൊല്ലം നിരന്തരം കത്തുകൾ എഴുതിയിട്ടുണ്ട് എഡ്വിനേക്ക്. അപ്പൊ അതുകൊണ്ട് ഈ രാജ്യം അമ്പരക്കുന്ന, ഞെട്ടുന്ന കുറെ കാര്യങ്ങൾ ഈ കത്തുകളിൽ കാണും. അത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഭയക്കുന്നു. അതുകൊണ്ടാണ് 2008 ഈ കത്തുകൾ പ്രൈവറ്റ് സെക്രട്ടറി രാജനെ വിട്ട് ഇത് നെഹ്റു മ്യൂസിയത്തിൽ നിന്ന് ഇവർ കൊണ്ടുപോയിട്ട് ഇതുവരെ ഈ 51 കാർട്ടൺ 51 പെട്ടി തിരിച്ചു കൊടുക്കാതിരിക്കുന്നത്. അപ്പോൾ ഈ സത്യത്തിൽ സോണിയാഗാന്ധി എന്ന് പറയുന്ന ഒരു സാധാരണ MP മാത്രമല്ലേ അല്ലേ? അപ്പോൾ MPക്ക് അത്രയും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന UPA എന്ന് പറയുന്ന അവരുടെ കൈപ്പിടിയിലായിരുന്നു. അന്ന് അവരാണല്ലോ ഭരിച്ചുകൊണ്ടിരുന്നത്, ബാക്കി മുഴുവൻ പാവകളാണല്ലോ പിന്നെ വരുന്ന പ്രധാനമന്ത്രിയൊക്കെ. അപ്പൊ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് അവർ എടുത്തുകൊണ്ടുപോയി, അവർക്ക് എന്തു ആകാം. ഇത് മാഡം പറഞ്ഞിരിക്കുന്നു, ഞാനിത് കൊണ്ടുപോകാന്നുകൊണ്ട് രാജൻ അവിടെ മുഴുവൻ തപ്പി ഇത് കൊണ്ടുപോയതൊക്കെ അവിടുത്തെ ജീവനക്കാർ ഇപ്പോ രാജ്നാഥ് സിംഗ് ഒക്കെ ഇരിക്കുന്ന ഇതിന്റെ ഭരണസമിതി മീറ്റിങ്ങില്, ഇപ്പൊ പ്രധാനമന്ത്രിയുടെ മ്യൂസിയമാണല്ലോ, ആ ഭരണസമിതി മീറ്റിങ്ങിൽ അവർ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മാഡം പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഇത് ചെയ്തത് സത്യത്തിൽ അത് കൊടുത്തുവിടാൻ പാടില്ല. കൊടുത്തു വിടുകയാണെങ്കിൽ ലെഡ്ജറിലെ എൻട്രി ഒക്കെ വേണമല്ലോ, അങ്ങനെ ഇങ്ങനെ. അല്ലെങ്കിൽ അത് മൈക്രോ ഫിലിം ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പോഴും സോണിയാഗാന്ധിക്ക് ഇത് മൈക്രോ ഫിലിം ചെയ്ത് വെക്കാനായിട്ട് സമ്മതിക്കാമല്ലോ, സ്കാൻ ചെയ്യാം, മൈക്രോ ഫിലിം ചെയ്യാം. അവർ വീട്ടിൽ വെച്ചോട്ടെ. ഇത് മുഴുവൻ മൈക്രോ ഫിലിം ചെയ്യാനുള്ള സൗകര്യം പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയത്തിന് കൊടുക്കാമല്ലോ, നമ്മുടെ സ്വത്തല്ലേ. കാരണം ഇതുപോലത്തെ കുറെ കത്തുകൾ അവര് പിന്നീട് പല സ്ഥലത്തു നിന്ന് ശേഖരിച്ച് നെഹ്റുവിന്റെ കംപ്ലീറ്റ് വർക്ക്സ് അതിൽ ചേർത്ത ഒരെണ്ണമാണ് പത്മജ നായിഡുവിന്റെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഈ കത്തുകളും കൂടി പുറത്തു വരട്ടെ, എന്തിനു പേടിക്കുന്നു? അല്ല, ഇപ്പൊ ഈ കൊണ്ടുപോയ കത്തുകളൊക്കെ നീ തിരിച്ചു കിട്ടുമെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? അതൊരു അവരുടെ മുകളിലൊരു സമ്മർദ്ദം വേണം. ഇവർക്ക് നിരന്തരം കത്തയക്കണം, കേന്ദ്രം ഇടപെടണം. ഇപ്പൊ സാംസ്കാരിക മന്ത്രി പറഞ്ഞിട്ടുണ്ട് നമ്മൾ നടപടി എടുക്കും ഇന്ന്. കഴിഞ്ഞ ദിവസം ലോക്സഭയില് ഈ പ്രശ്നം ഉയർന്നു വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നടപടി എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതിപ്പോ ഇന്ത്യയിലെ ജനങ്ങളുടെ മുമ്പിൽ വന്നല്ലോ. അതെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.